തെരഞ്ഞെടുപ്പിൽ ഉടനീളം കൊണ്ടും കൊടുത്തും കൃത്യമായി മാസ് ഡയലോഗുകളുടെ ഒരു പെരുമഴ തന്നെ തീർത്തിരിക്കുകയാണ് കെജ്രിവാൾ തൻ്റെ എതിർ പാർട്ടികൾക്കെതിരെ. അത് ശക്തമായി തന്നെ ബി ജെ പി നേതൃത്വത്തിനെതിരെ മാത്രമല്ല, ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പാർട്ടികളെയും കടന്നാക്രമിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ തന്നെ ഏറ്റവും ശക്തനായ ഒരു നേതാവാണ് താൻ എന്നറിയിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ പ്രകടനം തന്നെയാണ് കെജ്രിവാൾ നടത്തുന്നത്. അതുമാത്രമല്ല, കെജ്രിവാൾ എല്ലാ മേഖലയിലും എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. കേവലം ആം ആദ്മിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയല്ല, കോൺഗ്രസിന് വേണ്ടിയല്ല, ഇന്ത്യ മുന്നണിയിലെ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ജയിലിൽ നിന്നും ജാമ്യം ലഭിച്ചതിന് ശേഷം കെജ്രിവാൾ ഒരു ഉണർവോടുകൂടി അതിശക്തമായി തന്നെ പ്രചരണത്തിൽ നടന്നു നീങ്ങുകയാണ്. കെജ്രിവാളിന് എല്ലാ രീതിയിലുള്ള പിന്തുണയുമായി കോൺഗ്രസും എത്തുന്നു. കെജ്രിവാൾ ആദ്യം പറഞ്ഞ ഡയലോഗ് ഇതാണ്: 2025 സെപ്റ്റംബർ 17 നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയും. അതുകൊണ്ട് തന്നെ കെജ്രിവാൾ കൃത്യമായി പറഞ്ഞു, ഇത്തവണ മോദി പ്രധാനമന്ത്രിയാകില്ല. അമിത്ഷായ്ക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി മോദി വോട്ട് തേടുന്നത്. അമിത്ഷാ എന്നാൽ അതിന് മറുപടി കൊടുത്തിരിക്കുന്നത് ഇത്തവണയും മോദി തന്നെയായിരിക്കും, അടുത്ത 5 കൊല്ലവും മോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രി എന്നാണ്. എന്നാൽ കൃത്യമായി രാഹുൽ ഗാന്ധി അതിന് മറുപടി കൊടുത്തു. കെജ്രിവാൾ എന്തുകൊണ്ടാണത് പറയുന്നതെന്നുള്ളത് ബി ജെ പി നേതൃത്വത്തിന് കൃത്യമായി മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അതായത് കൃത്യമായി അവിടെ പ്രായപരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ബൈല പോലെ പാർലമെൻ്ററി ബോർഡിൽ വെച്ചിരിക്കുകയാണ്. അതിനെ തിരുത്തിക്കൊണ്ട് നരേന്ദ്രമോദി ഒറ്റയ്ക്ക് തീരുമാനമെടുത്താൽ RSS കൃത്യമായി ഇടപെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മറ്റൊരു കാര്യം, നരേന്ദ്രമോദിക്ക് അധികാരം മൂന്നാമതും ലഭിക്കുകയില്ല, ജനങ്ങൾ നൽകുകയില്ല എന്നുള്ളതാണ്. അതിന് കൃത്യമായ കാരണങ്ങൾ ഒരുപാടുണ്ട്. അധികാരത്തിൽ ഇരുന്നു കൊണ്ട് പ്രതിയോഗികളെ, അതായത് എതിർ പാർട്ടിയിലുള്ളവരെ എല്ലാവരെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കുടുക്കിക്കളയാം, അവരെയൊക്കെ കുറ്റവാളികളാക്കാം, അവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കേസുകൾ ഉണ്ടാക്കി അവരെ കൊണ്ടുവരാം, അവരെ കുടുക്കിക്കളയാം എന്നുള്ള വിചാരമാണ്. ആ ധാർഷ്ട്യവും ആ രീതിയിലുള്ള താൻ പോരിമയുമാണ് ഇവർ നടത്തി വരുന്നത്. എല്ലാ രീതിയിലും എതിരാളികളെയെല്ലാം തളച്ച് വീണ്ടും അജയനായി ഒറ്റയ്ക്ക് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് മോദി ഇപ്പോഴും ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഗ്ലോബൽ ലീഡറാണ് എന്നൊക്കെ ബി ജെ പിക്കാർ വാഴ്ത്തുമായിരിക്കാം. ഇന്ത്യയുടെ ധനസാമ്പത്തിക ശക്തിയും സ്രോതസ്സും എല്ലാം കെട്ടിപ്പടുത്തത് കോൺഗ്രസ് ആണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് കെജ്രിവാൾ ഇപ്പോൾ കൃത്യമായി പറയുന്നു. നമ്മൾ ഓർക്കണം, രാംലീല മൈതാനിയിൽ കെജ്രിവാൾ 2013 ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സംസാരിച്ചത്. കോൺഗ്രസിനെ നഖശിഖ വിമർശിച്ചുകൊണ്ട് ഏറ്റവും വലിയ അഴിമതിക്കാർ എന്ന് പറഞ്ഞ അതേ കോൺഗ്രസിനെ കൃത്യമായി അഭിനന്ദിക്കുന്ന ഒരു കെജ്രിവാളിൻ്റെ ഒരു രൂപാന്തരമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കാണുന്നത് എന്നത് പറയാതിരിക്കാൻ വയ്യ.